അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് വേണ്ടത്ര സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയിൽ അതാണ് കാണുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം നേടാനാവാത്ത നിലയാണ് ഉണ്ടായത്. നല്ല പരാജയമാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായത്. UDF 18 സീറ്റ് നേടാനായി. ഒരു സീറ്റ് BJPക്കും നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2019 പോലെ ഒരു സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. ദേശീയ രാഷ്ട്രീയം എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന കേരളീയ ജനതയുടെ ഒരു പ്രത്യേകത ഇവിടെ നമുക്ക് അറിയുന്നത് പോലെ ഇന്ത്യ സഖ്യം BJPയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. സ്വാഭാവികമായും കേരളത്തിൽ ഏറ്റുമുട്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDFും തമ്മിലാണ്. ഇത് കേരളത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളൊരു പരിമിതിയാണ്. അത് ഞങ്ങൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ ഒരു ഗവൺമെൻറ് രൂപീകരിക്കുക, അതിന് നേതൃത്വം നൽകുക എന്നൊക്കെ ചെയ്യുന്നത് ഒരിക്കലും CPIM ആവില്ലല്ലോ. അതിനുള്ള സാധ്യത കോൺഗ്രസിനാണല്ലോ എന്ന ഒരു പൊതുബോധം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് നല്ലപോലെ പ്രതികൂലമായിട്ട് ബാധിച്ച ഒന്നാണ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ദേശീയ രാഷ്ട്രീയവുമായിട്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായുള്ള പരിമിതിയാണ്. അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും അത് കണ്ടിട്ടുണ്ട്, ഇപ്രാവശ്യവും അതുതന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇതിൻ്റെ ഒപ്പം വളരെ ഗൗരവപൂർവ്വം കാണേണ്ടുന്ന ഒരു കാര്യം, UDF ജമാഅത്ത് ഇസ്ലാമും അതുപോലെ തന്നെ SDPI, പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ ലീഗ്, കോൺഗ്രസ് ഐക്യം. കാരണം മറ്റ് തിരഞ്ഞെടുപ്പുകളിലെല്ലാം അസംബ്ലി തിരഞ്ഞെടുപ്പായാലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പായാലും യഥാർത്ഥത്തിൽ ഇവരെല്ലാം മത്സരിക്കാറുണ്ട്. SDPI, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി, അതുപോലെ ജമാഅത്ത് ഇസ്ലാം ഉൾപ്പെടെയുള്ളവരെല്ലാം അതിൻ്റെ രാഷ്ട്രീയ കക്ഷികളെന്ന രീതിയിൽ മത്സരിക്കുകയും വളരെ ചുരുക്കം സീറ്റുകളിലൊക്കെയാണ് മത്സരിക്കുന്നതെങ്കിലും അവർക്ക് എല്ലാ മണ്ഡലങ്ങളിലും വോട്ടുണ്ട്. ഈ വോട്ടെല്ലാം ഇപ്രാവശ്യം ഒരു ഐക്യമുന്നണി പോലെ വർഗീയ ധ്രുവീകരണം സംഭവിക്കത്തക്ക രീതിയിൽ കൈകാര്യം ചെയ്തത് ഈ മുസ്ലിം രാഷ്ട്രം വേണം, മുസ്ലിം ഫണ്ടമെൻ്റലിസത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമും അതുപോലെ തന്നെ SDPIയും അതുപോലെ ഫ്രണ്ടുമെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്നത് പോലെ ഇടതുപക്ഷത്തിനെതിരായി ഇവരും ലീഗും കോൺഗ്രസും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. താൽക്കാലികമായിട്ട് അവർക്ക് ജയിക്കാനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് വളരെ ഗൗരവമുള്ള ദൂരവ്യാപകമായ ഒരു പ്രശ്നം തന്നെയാണ്. മാത്രമല്ല മതനിരപേക്ഷ ഉള്ളടക്കമുള്ള നിരവധി
ജനവിഭാഗങ്ങൾ അത് ഭൂരിപക്ഷത്തിലും ന്യൂനപക്ഷത്തിലും ഒക്കെയുണ്ട്. അവരിതിനെ രാഷ്ട്രീയമായിട്ട് അംഗീകരിക്കുന്നില്ല. ജമാഅത്ത് ഇസ്ലാം ഉൾപ്പെടെയുള്ള ഈ തീവ്രവാദ സംഘത്തെ അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇതിനെ നല്ലതുപോലെ തുറന്നെതിർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ മതനിരപേക്ഷ ശക്തികൾക്കാവണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ട ഒരു കാര്യം. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഞാനിത് UDF-ഉമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് വിശദീകരിക്കുന്നത്. ഈ വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ, അതുപോലെ വ്യത്യസ്ത സ്വത്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന RSSൻ്റെ സംഘപരിവാർ വിഭാഗത്തിൻ്റെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ വിഭജിതമായ രീതിയിൽ ഇവരെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. RSS സംഘപരിവാർ വിഭാഗം ഇത്തരം സ്വത്വ രാഷ്ട്രീയത്തെയും ജാതി ചിന്താ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മതനിരപേക്ഷത എന്നതിന് പകരം ജാതിബോധവും പിന്നീട് വർഗീയതയും തുടർന്ന് RSSൻ്റെ വർഗീയ ധ്രുവീകരണത്തിലേക്കും ഈ വിഭാഗങ്ങളിൽ ചിലത് എത്തിച്ചേർന്നു എന്നുള്ളത് സത്യം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് SNDP. SNDP എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന നാരായണ ഗുരുവിൻ്റെ ദർശനത്തെ ഉയർത്തിപ്പിടിച്ച് രൂപം കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ്. എന്നാൽ തുഷാർ വെള്ളാപ്പള്ളി BDJSൻ്റെ രൂപീകരണത്തോടുകൂടി BJP ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഈ ജനവിഭാഗങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ അജണ്ട അവർ പതിറ്റാണ്ടായിട്ട് കൈകാര്യം ചെയ്തു വരികയാണ്. SNDP വിഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഉൾച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അതിൽ വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം BJPക്ക് വേണ്ടി സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത. ശ്രീനാരായണ ഗുരുവിൻ്റെ ദാർശനിക നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു പിന്നണിയിൽ നിൽക്കുന്ന ഈ ജനവിഭാഗങ്ങളുടെ ഉദ്ധരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഒപ്പം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ നടത്തിയ പോരാട്ടങ്ങളിലൂടെയുമെല്ലാം ഒരു പുതിയ കേരളം രൂപപ്പെട്ടപ്പോൾ ആധുനിക കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ ശക്തിയായി പിന്നണി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ഉൾപ്പെടെ മുന്നോട്ടേക്ക് വന്നു എന്നുള്ളത് സത്യം. ആ രീതിയിൽ കേരളീയ സമൂഹത്തെയും മതനിരപേക്ഷതയെയും എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഈ ജനവിഭാഗം തീർച്ചയായും നാരായണ ഗുരുവിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന
ദാർശനിക സമീപനത്തിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകളും സമീപനങ്ങളും SNDPയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ നേതൃത്വ വിഭാഗം ഉൾപ്പെടെ ഇപ്രാവശ്യം കൈകാര്യം ചെയ്തു എന്നുള്ളത് അവർ തന്നെ വിമർശനപരമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നല്ല രീതിയിൽ നിരവധി മേഖലയിൽ BJPക്ക് അനുകൂലമായി, RSSന് അനുകൂലമായി, സംഘപരിവാറിന് അനുകൂലമായി അത്തരം വോട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ജാതി രാഷ്ട്രീയത്തിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ താത്വികമായിട്ടെല്ലാം പറയുമെങ്കിലും സ്വത്വ രാഷ്ട്രീയത്തിൻ്റെയും കാര്യങ്ങളിൽ കേരളത്തിൽ ഇവിടെ ഈ ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരേണ്ടുന്ന ഒരു വിഭാഗം വോട്ട് നഷ്ടമായിട്ടുണ്ട് എന്ന കാര്യവും ഞങ്ങൾ കൃത്യമായിട്ട് കാണുകയുണ്ടായി. വേറൊരു പ്രധാനപ്പെട്ട ഭാഗം കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗം എല്ലാ കാലത്തും വർഗീയതക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്നവർക്കെതിരായിട്ട് നിലകൊണ്ട ഒരു വിഭാഗമാണ്. ഞങ്ങളുടെ കൂടെ ഒരു വലിയ വിഭാഗം ഒന്നും പറയാൻ സാധിക്കില്ല. ഒരു ചെറിയ വിഭാഗം ഞങ്ങളോടൊപ്പമുണ്ട്, നല്ലൊരു വിഭാഗം കോൺഗ്രസിനോടൊപ്പമാണ്. ഇപ്രാവശ്യത്തെ പ്രത്യേകത അതിലൊരു വിഭാഗം പല കാരണങ്ങളുണ്ട്, ഭീഷണി ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ടാകും. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല. BJPക്ക് അനുകൂലമായിട്ട് മാറി എന്നുള്ളത് സത്യം. ചില മേഖലകളിൽ ബിഷപ്പുമാരുൾപ്പെടെ സജീവമായ പ്രവർത്തനത്തിൽ അവരുടെ ഔദ്യോഗിക പരിപാടികളിൽ തന്നെ പങ്കെടുക്കുകയുണ്ടായി. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ 86,000 വോട്ടിൽ ചോർന്നുപോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഈ വിഭാഗം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വിഭാഗം ഉൾപ്പെടെയാണ്. അപ്പോൾ വർഗീയമായ ധ്രുവീകരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ജാതീയ വിഭാഗം മാത്രമല്ല മതപരമായ വിഭാഗത്തെയും ഉപയോഗിച്ചിട്ടുണ്ട്. വിശ്വാസത്തെയും വിശ്വാസ പ്രമാണങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ RSSനും സംഘപരിവാർ വിഭാഗത്തിനും ഈ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് ജനങ്ങളെ മാറ്റുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് സംബന്ധിച്ച് ആലോചിച്ചത് വളരെ ഗൗരവപൂർവം ജനങ്ങളിലേക്ക് പോകണം എന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ പരാജയം അതിനിടയാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള ദാർശനിക കാഴ്ചപ്പാടുകൾ, വർഗീയവൽക്കരണത്തിന് ഉതകുന്ന നിലയിലുള്ള നിലപാടുകൾ എല്ലാം കണ്ടുകൊണ്ട് നല്ല ജാഗ്രതയോടെ ഗൗരവപൂർവം ജനങ്ങളെ സമീപിക്കാനും ജനങ്ങളിലുണ്ടായിട്ടുള്ള ഈ തെറ്റിദ്ധാരണ, അന്ധവിശ്വാസ ജടിലമായ ഒരുപാട് കാര്യങ്ങൾ, തെറ്റായ സമീപനങ്ങൾ, നിലപാടുകൾ, ഇതിനെല്ലാം തിരുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഞങ്ങളുടെ പരാജയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓരോരോ കാര്യമാണ് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു പരിശോധനയാണ് ഞങ്ങൾ നടത്തിയത്. അതിൽ ആദ്യം പറഞ്ഞ ഈ ഭാഗം, ദേശീയ രാഷ്ട്രീയം മുതൽ ഉൾപ്പെടെയുള്ള ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആശ്വാസ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ രൂപപ്പെടുത്തി വളർത്തിയെടുത്ത ഒരു ജനകീയമായ പശ്ചാത്തലമുണ്ട് കേരളത്തിൽ. ദാരിദ്ര്യം,
പരിപൂർണമായി അവസാനിപ്പിക്കാനുള്ളൊരു ഇടപെടൽ, എല്ലാവർക്കും ഒരു ശരാശരി മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ബദലായി രാജ്യത്തിൻ്റെ മുമ്പിലുണ്ട്. അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം കേരളത്തിലെ പ്രതിപക്ഷവും കഴിഞ്ഞ കുറച്ച് കാലമായി എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം കേരള വിരുദ്ധമായ സമീപനമാണ്. കേരളത്തെ സാമ്പത്തികമായി തകർക്കുക, അതുവഴി മാത്രമേ ഈ സേവന മേഖലയിലുള്ള പ്രവർത്തനം നിർത്തിവെക്കാൻ സാധിക്കുള്ളൂ എന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട്, അതിന് പിന്തുണ നൽകുന്ന UDFൻ്റെയും BJPയുടെയും കേരളത്തിലെ സമീപനം, ഇതിന് പൂർണ്ണമായിട്ടും പിന്തുണ നൽകിയ UDF MPമാരുടെ നിലപാട്, ഇതെല്ലാം ചേർത്ത് ജനങ്ങൾക്ക് കൃത്യതയോടുകൂടി നൽകേണ്ടുന്ന നിരവധി കാര്യങ്ങൾ, പെൻഷൻ ഉൾപ്പെടെ, അധ്യാപകർക്കും ജീവനക്കാർക്കും നൽകേണ്ടുന്ന DA ഉൾപ്പെടെ നിരവധി കാര്യങ്ങളുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, ഓരോരുത്തർക്കും ഓരോന്നോരോന്ന് പറയാം, കണ്ടെത്താം. ഞാനിതെല്ലാം ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ നൽകേണ്ടിയിരുന്ന നിരവധി അവരുടെ അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യതയാർന്ന രീതിയിൽ നൽകാനായില്ല എന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ് എന്നെല്ലാം പറയാമെങ്കിലും ജനങ്ങൾ അനുഭവിക്കുന്നത്, അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൻ്റെ പ്രതിഫലനവും ഈ വോട്ടിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതേപോലെ നമുക്കെല്ലാം അറിയുന്ന രീതിയിൽ കേരളത്തിൻ്റെ തനത് വരുമാനം മറ്റു ചില സംസ്ഥാനങ്ങളെപ്പോലെ, ഇപ്പം തമിഴ്നാടിനെ പോലെയൊന്നും വലിയ വരുമാനം കേരളത്തിന് ഇല്ല. നല്ല ശ്രമം ഗവൺമെൻറ് നടത്തിയത് കൊണ്ടാണ് ട്രഷറി ഒന്നും പൂട്ടിപ്പോവാതെ ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇത് പരിശോധിച്ചപ്പോൾ സ്വയം വിമർശനവുമായിട്ട് ഞങ്ങളൊരു കാര്യം കണ്ടു. ഇതെല്ലാം ചേർന്ന് ഉള്ള സന്ദർഭത്തിലും ഞങ്ങളുടെ ധാരണ കേരളത്തിൽ ജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ്. അല്ല, ഇതെല്ലാം ഞങ്ങൾ ആദ്യം കണ്ടത് തന്നെയാണ്. എന്നാൽ ഇതെല്ലാം ഉള്ളപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ധാരണ. അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് വേണ്ടത്ര സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയിൽ അതാണ് കാണുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തനം കാര്യക്ഷമതയോടെ മുന്നോട്ടേക്ക് നീക്കാൻ നമുക്ക് കഴിയണം.